السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബാബു തർഗീബ് ഫി മകാരിമിൽ അഖ്ലാഖ് എന്ന കിതാബുൽ ജാമിഇലെ ബുലൂഗുൽ മറാമിലെ അധ്യായമാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഉന്നതമായ സൽസ്വഭാവങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രേരിപ്പിക്കുന്ന ഹദീസുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അടുത്ത ഹദീസ് വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ മിനൽ ഈമാൻ മുത്തഫഖുൻ അലൈഹി. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവിടെ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാകുന്നു, വിശ്വാസത്തിൽപ്പെട്ടതാകുന്നു എന്നാണ് ഹദീസ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണത്. അൽ ഹയാ, ലജ്ജ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് ഒരു വിശദീകരിക്കേണ്ടതിന് പകരം മറിച്ച് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണത്. അവൻ ആക്ഷേപിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുവാനും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും അവനുണ്ടാകുന്ന ഒരു നാണത്തിന് അല്ലെങ്കിൽ ഒരു മടിയെയാണ് ലജ്ജ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈമാനിൽപ്പെട്ടതാകുന്നു എന്നാണ് പറയുന്നത്. ലജ്ജ ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. വളരെ പ്രസിദ്ധമായ ഹദീസുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകണം, അൽ ഈമാനു ബിദ്ഉ വസബഊന ശുഅബ, ഈമാൻ 70-ൽ പരം ശാഖകൾ അതിനുണ്ട്. ഈമാൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമല്ല, മറിച്ച് 70-ൽ പരം ശാഖകൾ അതിലുണ്ട്. അഅലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉന്നതമായ ഈമാനിന്റെ പദവി അലങ്കരിക്കുന്നത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറയുന്ന വിശ്വാസം തന്നെയാണ് ഈമാൻ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനിത്തരീഖ്, ആ വിശ്വാസത്തിന്റെ ഏറ്റവും താഴെയുള്ള ഒരു പദവി എന്ന് പറയപ്പെടുന്നത് ഇമാതത്തുൽ അദാ അനിത്തരീഖ്, വഴിയിൽ നിന്നും തടസ്സം നീക്കുക എന്നുള്ളതാണ്. അതായത് പ്രവർത്തനങ്ങളും, വിശ്വാസത്തിന് പുറമെ പ്രവർത്തനങ്ങളും ഈമാനിൽപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാകുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്നത് അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൽ ഹയാഉ യകൂനു മിനൽ മഖ്ലൂഖ്, രണ്ട് അൽ ഹയാഉ യകൂനു മിനൽ ഖാലിഖ്, അടിമകളോടുള്ള അഥവാ നമ്മുടെ കൂടെയുള്ള അള്ളാഹുവിന്റെ പടപ്പുകളായ മനുഷ്യരോട് നമുക്ക് ലജ്ജയുണ്ടാകേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ. അതുപോലെ നമ്മെ പടച്ച് പരിപാലിക്കുന്ന, നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടും നമുക്ക് ലജ്ജയുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ രണ്ട് ലജ്ജയും ഇവിടെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോടുള്ള ലജ്ജയാണ്. അള്ളാഹു നമുക്ക് സകല സുഖ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നൽകിയിട്ട് അള്ളാഹു നമ്മോട് അതിന് നന്ദിയായിക്കൊണ്ട് അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ എളുപ്പമുള്ളത് അത് ചെയ്യാതെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ലജ്ജയുണ്ടാകേണ്ട കാര്യമാണ്, നാണമുണ്ടാകേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ പ്രവർത്തിക്കുന്നതിലും നമുക്ക് റബ്ബിനോട് ലജ്ജയുണ്ടാകേണ്ടതുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കുക? അല്ല, ഭൂമിയിലൊരു മാന്യമായ അല്ലെങ്കിൽ ഒരു മാന്യനായ ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണെങ്കിൽ പലരും എന്ത് ചെയ്യില്ല, അവൻ തിന്മകൾ ചെയ്യുകയില്ല, അത് ചെയ്യുന്നതിൽ മടിക്കാതെ അവൻ ചെയ്യാതെ മാറ്റിവെക്കും. അയാളുടെ സാന്നിധ്യത്തിൽ അവൻ വാക്കുകൾ നന്നാക്കും, പ്രവൃത്തികൾ നന്നാക്കും, തെറ്റായ കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ അവൻ മുതിരുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പലരും മറന്നുപോകുന്നു. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ
അള്ളാഹുവിനോട് ലജ്ജ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നീ എന്ത് ചെയ്യണം? നീ സ്വയം നിന്നെ സംസ്കരിക്കേണ്ടതുണ്ട്, തിന്മകളിൽ നിന്നും നിന്നെ പിടിച്ചു വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള ഹയായിൽപ്പെടുന്നതാണ്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞു വഹുവ യസ്തൽസിമുൽ ഖിയാമ ബി അവാമിരില്ലാഹ് വജ്തിനാബി നവാഹീഹി. ഈ ഒരു ലജ്ജ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ നീ ശിരസാ വഹിക്കാൻ നിനക്ക് ബാധ്യതയാകുന്ന അല്ലെങ്കിൽ അതിനെ നിന്നെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ അവന്റെ വിലക്കുകളിൽ നിന്നൊന്ന് വെടിയാൻ, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിന്നെ പ്രേരിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിന്നെ അനിവാര്യമാക്കേണ്ട കാര്യമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു അൽ ഹയാഉ മിനൽ മഖ്ലൂഖ്, മനുഷ്യരോട് പടപ്പുകളോട് നമുക്ക് ലജ്ജയുണ്ടാകേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് നമ്മൾ ചെയ്യുകയോ പറയുകയോ ചെയ്യുക എന്നുള്ളത് ഒരു ആക്ഷേപാർഹമായ ഒരു ന്യൂനതയുള്ള ഒരു കാര്യമായി അല്ലെങ്കിൽ ഒരു നാട്ടു നടപ്പിൽ ഒരു മാന്യതയ്ക്ക് ചേരാത്ത ഒരു കാര്യമായി വിലയിരുത്തപ്പെടുന്നുണ്ടോ അത് പ്രവർത്തിക്കാൻ നമുക്ക് ലജ്ജ വേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രധാരണ മുതൽ നമുക്കുണ്ടാകേണ്ട കാര്യമാണ്. വസ്ത്രധാരണ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലജ്ജയുള്ള വസ്ത്രധാരണ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നാണമില്ലാത്ത രൂപത്തിൽ, എനിക്കാരെയും പേടിയില്ല, ഞാൻ ഏത് കോലത്തിലും കിടപ്പറയിൽ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ തന്നെ ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങും എന്നൊരാൾ പറയുകയാണ് എങ്കിൽ അവൻ ലജ്ജയില്ലാത്തവനാണ്, നാണമില്ലാത്തവനാണ് എന്നവനെ കുറിച്ച് പറയപ്പെടും. അതല്ലെങ്കിൽ ഒരിക്കൽ നാട്ടിൽ തീരെ പരിചയമില്ലാത്ത ചില കോലങ്ങളിൽ കെട്ടി നടക്കുക എന്ന് പറയുന്നതും അത് ലജ്ജയുള്ള ആളുകൾക്ക് ചേർന്നതല്ല. മറിച്ച് ആളുകൾ തന്നെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള രൂപങ്ങൾ അവൻ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരാൾ സുന്നത്തിന്റെ വേഷം ധരിക്കുകയോ സുന്നത്തിന്റെ രൂപം ഒരാൾ സ്വീകരിക്കുകയോ ചെയ്തതുകൊണ്ട് ആളുകൾ ആക്ഷേപിക്കുകയാണ് എങ്കിൽ അത്തരം ആക്ഷേപങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം ആക്ഷേപിക്കുന്നവന് വിവരമില്ലാത്തത് കൊണ്ട് മാത്രം അത് ആക്ഷേപിക്കുകയാണ്, അതിൽ കാര്യമില്ല. എന്നാൽ സഹോദരങ്ങളെ, പാടില്ലാത്ത ചില ലജ്ജയുണ്ട്. അതിൽപ്പെട്ടതാണ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് സത്യം അറിയാൻ, ഒരു കാര്യം ചോദിച്ചു മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ഒരു ലജ്ജ തടസ്സമാകരുത് എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം ഹക്ക് മനസ്സിലാക്കാൻ, ഒരു കാര്യത്തിന്റെ മതവിധി മനസ്സിലാക്കാൻ നമ്മുടെ ലജ്ജ ഒരിക്കലും നമ്മെ പിടിച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ ഹക്കിൽ നിന്ന് നമ്മെ തടയുന്ന ലജ്ജ അത് ആക്ഷേപാർഹമായ ലജ്ജയാണ്. പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയപ്പെട്ട ലജ്ജയല്ല, മറിച്ച് അത് ആക്ഷേപാർഹമായ ലജ്ജയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണമായി പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഹക്ക് പറയുന്നതിന് അല്ലാഹു ലജ്ജിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആളുകൾ വരികയും അവരൊരുപാട് നേരം സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമായിരുന്നു. പക്ഷെ അവിടുന്ന് ലജ്ജ കാരണത്താൽ ആളുകളോട് നിങ്ങളിനി വീട്ടിലേക്ക് മടങ്ങിക്കോളൂ എന്ന് പറയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, ഫൈദാ തുഇംതും ഫന്തശിറു വലാ മുസ്തഅനിസീന ലിഹദീസ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വേഗം പിരിഞ്ഞു പോയിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കരുത്. ഇന്ന ദാലികും കാന യുദിൻ നബിയ. തീർച്ചയായും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഫയസ്തഹീ മിൻകും. അദ്ദേഹം ലജ്ജ കാരണത്താൽ നിങ്ങളോട് പറയാത്തതാണ്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പറയാൻ അവൻ ലജ്ജിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ ചോദിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന അല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പറയാൻ അവൻ ലജ്ജിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദ ഇഹ്തലമത്. ഒരു സ്ത്രീ അവൾക്ക് ഇഹ്തിലാം ഉണ്ടായാൽ, സ്വപ്നസ്ഖലനം ഉണ്ടായാൽ അവൾ കുളിക്കേണ്ടതുണ്ടോ എന്ന് മതവിധി ചോദിക്കുകയാണ്. അവളുടെ ലജ്ജ ഒരിക്കലും തന്നെ ആ ഹക്കറിയുന്നതിന് വേണ്ടി അവർക്ക് തടസ്സമുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ മദീനക്കാരായ സ്ത്രീകൾക്കുള്ള ആ ഹക്കറിയാനുള്ള ആ ഒരു ബോധത്തെ പുകഴ്ത്തി പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സത്യം ചോദിച്ചറിയുന്നതിന് ഒരിക്കലും ലജ്ജ നമുക്ക് തടസ്സമാകാൻ പാടില്ല. കാരണം അത്തരം ലജ്ജകൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും മറ്റുമൊക്കെ കാരണമാകും എന്നുള്ളതും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സഹോദരങ്ങളെ 19ാമത്തെ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമുള്ള ഹദീസും ലജ്ജ എന്ന മഹത്തരമായ ഗുണത്തെക്കുറിച്ച് അറിയിക്കുന്ന കാര്യമാണ്. അബീ മസ്ഊദിൻ ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു അൻഹു ഖാൽ
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത് റവാഹുൽ ബുഖാരി. അബു മസ്ഊദ് ഉഖ്ബത്ത് ഇബ്നു അംർ അൽ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് സ്വഹാബി. അദ്ദേഹത്തിന്റെ പേര് ഉഖ്ബത്ത് ഇബ്നു അംർ എന്നുള്ളതാണ്, കുനിയത്താണ് അബു മസ്ഊദ് എന്നുള്ളത്. അദ്ദേഹം അൽ അൻസാരിയാണ്, മദീനക്കാരനാണ്. അദ്ദേഹത്തിന്റെ ലഖബിൽ അവസാനം അൽ ബദ്രി എന്ന് കൊടുത്തത് കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ചിലർ പറഞ്ഞു അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ബദ്രി എന്നുള്ള ബദറിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുള്ളത് എന്നാണ്. എന്നാൽ കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതല്ല, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. മറിച്ച് അദ്ദേഹം ബദർ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, ആ നാട്ടുകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ നാട്ടുകാരിലേക്ക് ചേർത്തി പറയുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അൽ ബദ്രി എന്ന് വിളിച്ചതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്താണ് ഹദീസിലുള്ളത്? അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല, ആദ്യകാല പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഗ്രഹിച്ചിട്ടുള്ള കാര്യത്തിൽ പെട്ടതാകുന്നു ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത്. ഈ വാക്ക് ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത്, നീ ലജ്ജിക്കുന്നില്ല എങ്കിൽ ഇഷ്ടമുള്ളത് നീ പ്രവർത്തിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഈ വാക്ക് ആദ്യകാല പ്രവാചകൻ അധ്യാപനങ്ങളിൽ തന്നെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള, ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. എന്താണ് സഹോദരങ്ങളെ ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട വിഷയം? അതും ലജ്ജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, ഹയാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഹയാ എന്ന് പറയുന്നത് സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനമാണ്. ഒരാൾക്ക് നല്ല ലജ്ജയുണ്ടെങ്കിൽ അയാൾ നല്ല സ്വഭാവക്കാരനായിരിക്കും തീർച്ചയായും. അതുപോലെ തന്നെ ഒരാൾ നല്ല സ്വഭാവക്കാരനാണ് എങ്കിൽ അയാൾ നല്ല ലജ്ജയുള്ളവനുമായിരിക്കും. ലജ്ജയും സൽസ്വഭാവവും പരസ്പര പൂരകങ്ങളാണ്. അത് ഒന്നില്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. രണ്ടും ഒരുമിച്ച് തന്നെ ഒരാളിൽ ഉണ്ടായിരിക്കുന്നതാണ്. മഹാന്മാരായ അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ലജ്ജ എന്ന് പറയുന്ന ഗുണത്തെ എടുത്തു പുകഴ്ത്തി പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു, ഇന്ന മൂസ അലൈഹിസ്സലാം കാന റജുലൻ ഹയ്യൻ, തീർച്ചയായും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ലജ്ജയുള്ള ഒരു മനുഷ്യനായിരുന്നു, നല്ല ലജ്ജയുള്ള ഒരു മനുഷ്യനായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും മഹാന്മാരായ സ്വഹാബികൾ അത് പറഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശദീദൽ ഹയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടുത്ത ലജ്ജയുണ്ടായിരുന്നു, അത് നല്ല ലജ്ജയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ലജ്ജയുള്ള ആളായിരുന്നു. മുൻകഴിഞ്ഞ അമ്പിയാക്കളുമെല്ലാം ലജ്ജയുള്ള ആളുകളായിരുന്നു. അല്ല, ഈ ഹദീസിൽ പറഞ്ഞത് ആദ്യകാല പ്രവാചക അധ്യാപനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്തോളൂ എന്നുള്ളത്. അഥവാ ഒരുവൻ ലജ്ജ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ആദ്യകാല അധ്യാപനങ്ങളിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ കലാമിൻ നുബുവത്തിൽ ഊല, ആദ്യകാല അമ്പിയാക്കളുടെ നുബൂവത്തിൽപ്പെട്ടത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അതിന്റെ ബാഹ്യമായ വാക്ക് പോലെ തന്നെയാണ്. അന്നുബൂവത്തുൽ ഊല എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ ആ നുബൂവത്തിൽ തന്നെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അദ്ദേഹം നബിയാണ്, ആദിമ മനുഷ്യനുമാണ്. അദ്ദേഹത്തിന്റെ കാലം മുതൽ തന്നെ ദീനുൽ ഇസ്ലാമിലെ പൊതു നിയമമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ലജ്ജ ഉണ്ടായിരിക്കേണ്ടതുണ്ട് മനുഷ്യർക്ക് എന്നുള്ളത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അൽ ഊല എന്ന് പറയുന്നത് പൊതുവെ ആദ്യ തലമുറക്കാർ എന്നുള്ള അർത്ഥമുണ്ട്. ആദ്യം എന്നർത്ഥം വരേണ്ടതില്ല. പഴമക്കാർ, തൊട്ടു മുമ്പുള്ള പ്രവാചകന്മാർക്കെല്ലാം തന്നെ നൽകപ്പെട്ടിട്ടുള്ള വഹയിൽപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന വാക്ക് എന്നും വന്നിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന ആദ്യ കാലം മുതൽ തന്നെ ഉമ്മത്തീങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യർക്ക് ലജ്ജയുണ്ടാകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന മിമ്മ അദ്റകന്നാസ്, അദ്റക എന്ന് പറയുന്ന വാക്കിന് ഇവിടെ ബലഗ, ഫശ, വന്തശറ ബൈനന്നാസ് എന്നൊക്കെ അർത്ഥമുണ്ട്. ജനങ്ങളിലേക്ക് എത്തിയത്, ജനങ്ങളിൽ പ്രചരിച്ചത് എന്നൊക്കെ അർത്ഥം സഹോദരങ്ങളെ ഈ വാക്കിനുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന മിമ്മ അദ്റകന്നാസു മിൻ കലാമിൻ നുബുവത്തുൽ ഊല
എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മറ്റൊരു ഫായിദ കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദ്യകാല അമ്പിയാക്കളിൽ നിന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആദ്യകാല അമ്പിയാക്കളിൽ നിന്നും നബിമാരിൽ നിന്നും വരുന്ന കാര്യങ്ങൾ, അവരിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു 2 രൂപത്തിൽ നമ്മുടെ അടുക്കൽ വരാറുണ്ട്. ഒന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ വരും, അഥവാ ഖുർആനിലോ സുന്നത്തിലോ പഴയകാല അമ്പിയാക്കളുടെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ ദീനിയായ അഹ്കാമുകളെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച് വരുന്നതാണ്. രണ്ടാമത്തേത് സഹീഹായ ഹദീസിലോ ഖുർആനിലോ കാണുകയില്ല, മറിച്ച് വഹീന്റേതല്ലാത്ത അഥവാ താബിഈങ്ങൾ അഭിപ്രായപ്പെടുന്നത്, താബിഈങ്ങൾ ഇസ്രായേലുകാരുടെ അടുക്കൽ നിന്നും, ഇസ്രായേലിയാത്ത് എന്ന് പറയും, അവർ യഹൂദ നസ്രാണികളിൽ നിന്നും നേരിട്ട് കേട്ട് മനസ്സിലാക്കിയത്, ഈ രൂപത്തിലും എന്ത് ചെയ്യാറുണ്ട്, ആദ്യകാല സമൂഹത്തിന്റെ വാർത്തകളും അവരുടെ അഹ്കാമുകളും വരാറുണ്ട്. ഇതിൽ സഹോദരങ്ങളെ വഹീന്റെ രൂപത്തിലല്ലാതെ വരുന്നത് തന്നെ അത് 2 രൂപത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അൽ അഖ്ബാർ വൽ ഖസസാണ്, അഥവാ വാർത്തകളും കഥകളൊക്കെ ആയിരിക്കും. ചെയ്യേണ്ട ചില നിയമങ്ങളൊന്നുമല്ല, ചില ചരിത്രങ്ങളൊക്കെ വരും. എന്താണ് അത്തരം വിഷയങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാട്? ഇപ്പൊ താബിഈങ്ങൾ ആ രൂപത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉദ്ധരിച്ചു പറഞ്ഞു, യഹൂദികൾ നബിമാരെ കുറിച്ച്, പഴയകാല ചരിത്രത്തെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിയാൽ പണ്ഡിതന്മാർ പറയുന്നു അത്തരം വിവരങ്ങൾ 3-4 രൂപത്തിലാണ്. ഒന്നുകിൽ അത് വളരെ വ്യക്തമായി സത്യമാണ് എന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള കാര്യമായിരിക്കും, അമ്പിയാക്കളെ കുറിച്ചിട്ടൊക്കെ അറിയിക്കുന്ന സത്യസന്ധമായ, അഥവാ നമ്മൾ ഖുർആനിലേക്ക് നോക്കിയാൽ സമാനമായ ചരിത്രങ്ങളും മറ്റും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിലേക്ക് നോക്കിയാൽ സമാനമായ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത്തരം കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. രണ്ടാമത്തേത് നേർവിരുദ്ധമായ ചില അമ്പിയാക്കളെ കുറിച്ച് വളരെ കളവായി, അവർക്കൊരിക്കലും യോജിക്കാത്ത രൂപത്തിലുള്ള അവരെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഗ്രന്ഥങ്ങളിൽ മറ്റുമൊക്കെ പുരോഹിത വർഗം കൈകടത്തിയിട്ട് യഹൂദികളും നസ്രാണികളൊക്കെ ചില അമ്പിയാക്കളെ വളരെ മോശപ്പെട്ട രൂപത്തിൽ അവരെക്കുറിച്ച് പറയുന്നതും വ്യാഖ്യാനിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അത് തീർത്തും കളവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, തള്ളിക്കളയുകയും വേണം. മൂന്നാമത്തെ രൂപത്തിൽ സത്യമാണോ കളവാണോ എന്നറിയാത്ത രൂപത്തിൽ ചില വാർത്തകളും കഥകളൊക്കെ ഉണ്ടാകാം. നമ്മൾ ഖുർആനിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് യോജിച്ച ഒരു കഥയൊന്നും ആയിരിക്കുകയില്ല. എന്നാൽ ഖുർആനിന്റെ പൊതു നിയമങ്ങൾക്ക്, ഹദീസുകളുടെ പൊതു നിയമങ്ങൾക്ക് എതിരായതുമായിരിക്കുകയില്ല. അത്തരം കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു അത് തള്ളാനും കൊള്ളാനും പോകേണ്ടതില്ല. കാരണം തള്ളിക്കഴിഞ്ഞാൽ ഒരു വേള സത്യമായൊരു കഥയായിരിക്കാം നീ തള്ളുന്നത്, കൊണ്ടാൽ നിനക്കതിന് തെളിവില്ല. ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ, അതുള്ളതാണെന്ന് പറയണമെങ്കിൽ നിനക്ക് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ട് കിട്ടേണ്ടതുണ്ട്. അതുള്ളതാണ് എന്നൊന്നും പറയാൻ പാടില്ലാത്തതാണ്. ഇത് കഥകളെ കുറിച്ച് പറഞ്ഞതാണ്. ഇതേപോലെ അഹ്കാമുകൾ ഉണ്ടാകും, നമ്മളെ ദീനിന്റെ നിയമങ്ങൾ ഉണ്ടാകും, നിസ്കാരത്തിന്റെ നോമ്പിന്റെ നിയമങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള നിയമങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു അത് നമ്മുടെ ശറഇനോട് യോജിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് സ്വീകരിക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ ശറഇൽ വന്നതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത് എന്ന് മാത്രം. നമ്മുടെ ശറഇൽ വന്നതുകൊണ്ടാണ് സ്വീകരിക്കുന്നത് എന്ന് മാത്രം. ഉദാഹരണത്തിന് നിസ്കാരം കഴിഞ്ഞു പോയ സമുദായത്തിനുണ്ട്, എന്നാൽ നമ്മുടെ സമുദായത്തിനും നിസ്കാരമുണ്ട്. നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഇതിൽ വന്നതുകൊണ്ടാണ്. നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ ഉണ്ട്. ഇതൊക്കെ വഹി അല്ലാത്ത രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള രീതിയാണ്. ഇനി വഹിന്റെ ഖുർആനിലും സുന്നത്തിലും ഇങ്ങനെ പഴയകാല കഥകളെക്കുറിച്ച് പറഞ്ഞാൽ അവിടെയും പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യം പഴയകാല കഥകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളത് വിശ്വസിക്കേണ്ടതുണ്ട്. ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ട ഒരു കാര്യം നമുക്ക് വഹീന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നിട്ടുള്ളത്, ഖുർആനിലും സുന്നത്തിലും. അത് പഴയ കാലത്തെ ഒരു ചരിത്രം പറഞ്ഞു തരികയാണ് എങ്കിൽ അത് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഇനി അഹ്കാമുകളെ കുറിച്ച് ഖുർആനിലോ സുന്നത്തിലോ വന്നു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ വിധിയെക്കുറിച്ച് പറഞ്ഞാൽ അതേ വിധി തന്നെയാണ് നമുക്കും വന്നിട്ടുള്ളത് എങ്കിൽ നമ്മളത് സ്വീകരിക്കാൻ പറ്റും. അതല്ല ആ വിധിയോട് എതിരായിട്ടുള്ള ഒരു വിധിയാണ് നമുക്ക് വന്നിട്ടുള്ളത് എങ്കിൽ ആദ്യത്തെ വിധി അത് കാലാഹരണപ്പെട്ടു എന്നും മൻസൂഖായി പോയെന്നും നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് യഹൂദികൾക്ക് വളരെ കടുത്ത ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവർക്ക് അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവർക്ക് കനീസകൾ തന്നെ വേണ്ടതുണ്ട്. ഒരു പ്രത്യേക നിസ്കാര മുറി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മസ്ജിദുകളോട് സമാനമായ കാര്യത്തിനാണ് കനീസ എന്ന് പറയുന്നത്. അവിടുന്ന് മാത്രം നിസ്കരിച്ചാലേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരളവാണ്. നമുക്ക് ഭൂമിയിൽ എവിടെ വേണമെങ്കിലും, താഹിറായ ശുദ്ധിയുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഏത് മരുഭൂമിയിൽ നിസ്കരിക്കാം. എന്നാൽ കഴിഞ്ഞു പോയ ആളുകൾക്ക് അത് പറ്റില്ല.
അവർക്ക് അവിടെ എങ്ങനെയെങ്കിലും കുടുങ്ങിപ്പോയാൽ, പ്രയാസപ്പെട്ടാൽ അവരിത്തരം മസ്ജിദുകൾ അന്വേഷിച്ച് വന്ന് തന്നെ നിസ്കരിക്കണം. അതൊക്കെ അവർക്ക് പെട്ട കാര്യമാണ്. അതുപോലെ യഹൂദികൾക്ക് അവർക്ക് ചില തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രായശ്ചിത്തമായി സ്വന്തം ജീവൻ ഒടുക്കുക എന്നുള്ളത് യഹൂദികൾക്കുണ്ടായിരുന്ന നിയമമാണ്. നമ്മുടെ നിയമത്തിൽ അത് പാടില്ല, നിഷിദ്ധമാണ്. ജീവൻ ഒടുക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. അല്ല, ഒരു അവയവം നശിപ്പിക്കുക എന്നുള്ളത് പോലും നമ്മുടെ ദീനിൽ നിഷിദ്ധമാണ്. നമ്മുടെ ഒരു അവയവം പോലും നമുക്കൊരു കാര്യത്തിന് വേണ്ടി, ഒരു മസ്ലഹത്തിന് വേണ്ടി അത് വെറുതെ നശിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവർക്കുള്ള നിയമത്തിനെതിരായിട്ടാണ് നമ്മുടെ നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അത് സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ആദ്യകാല അമ്പിയാക്കളൊക്കെ പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ആ കാര്യം? ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ ഫസ്ന, നീ ചെയ്തു കൊള്ളുക, മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങൾ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ആ വാക്ക് രണ്ട് രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആ രണ്ട് മനസ്സിലാക്കലും ശരിയാണ്. ഒന്ന്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിനക്ക് ലജ്ജയില്ല എങ്കിൽ തോന്നിയത് ചെയ്തോളൂ എന്ന് പറയുന്നത് അതൊരു താക്കീതിന്റെ സ്വരമാണ്. താക്കീതിന്റെ സ്വരമാണ്, അതല്ലാതെ ചെയ്യാൻ അനുവദിക്കുന്നതല്ല. താക്കീതിന്റെ സ്വരമാണ്. വഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുശ്രിക്കുകളോടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന ചില തിന്മകളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ. നമ്മൾ പൊതുവെ നമ്മുടെ ഭാഷയിലൊക്കെ പറയാറുള്ള, ശകാരിക്കുന്ന സമയത്ത് ആളുകൾ ഉപയോഗിക്കാറുള്ള ഒരു രീതി തന്നെയാണ്, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരാൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ നീ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറയുന്നത് പൊതുവെ ചെയ്യാനുള്ള അനുവാദമല്ല, മറിച്ച് കടുത്ത ശകാരമാണ്. അതായത് നീ ചെയ്യുന്നതിനോട് എനിക്കൊരു താല്പര്യവുമില്ല എന്ന് അറിയിക്കുന്ന കടുത്ത ശകാര വാക്കാണ് എന്ത്, നീ വേണമെന്നത് ചെയ്തോളൂ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഉപയോഗിച്ചതാണ് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അത് ശരിയാണ്. രണ്ടാമത്തെ അഭിപ്രായം അവർ പറഞ്ഞത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിനക്ക് ഇദാലം തസ്തഹി, നീ ഒരു കാര്യത്തിൽ ലജ്ജിക്കുന്നില്ല എങ്കിൽ, അഥവാ ലജ്ജ വേണ്ടതില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഫസ്ന മാഷി, നീ ഉദ്ദേശിച്ചത് ചെയ്തോളൂ. അതങ്ങനെ ലജ്ജിക്കപ്പെടേണ്ടതായ ഒരു കാര്യമല്ല അത്. എനിക്ക് ഉറപ്പാണ്, അതൊരു ലജ്ജിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ലജ്ജയുണ്ടാകും. അപ്പൊ ഒരു ലജ്ജിക്കപ്പെടേണ്ടതല്ലാത്ത കാര്യമാണ് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഇദാലം തസ്തഹി, ആ കാര്യത്തിന് നിനക്ക് ലജ്ജയില്ലെങ്കിൽ ഫസ്ന മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചത് ചെയ്തോളൂ, കുഴപ്പമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ടർത്ഥവും ശരിയായ അർത്ഥം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഹയാ എന്ന് പറയുന്നത് അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. ചില ആളുകൾക്ക് മറ്റ് സൽസ്വഭാവം പോലെ തന്നെ അവരുടെ ഫിത്രത്തിൽ തന്നെ, ശുദ്ധ പ്രകൃതിയിൽ തന്നെ നല്ല ലജ്ജയുള്ള സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും. അവർക്ക് ജന്മനാ തന്നെ നല്ല ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം നന്നായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ആ ലജ്ജ ഉണ്ട്, അത് ഫിത്രിയായി ഉണ്ടാകുന്ന ലജ്ജയാണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആർക്കെങ്കിലും ലജ്ജ തീരെ ഇല്ലാതായിപ്പോയാൽ അവന് മനുഷ്യത്വം തന്നെ ഇല്ലാതായി പോകുമെന്നുള്ളതാണ്. കാരണം എന്തും ചെയ്യാൻ മടിക്കൂല, ഒരു കാര്യം ചെയ്യാൻ ഒരാളെയും മടിയുണ്ടാവില്ല. എന്ത് തോന്നിവാസവും ആരുടെ മുന്നിൽ എന്തും പറയും, ആരുടെ മുന്നിൽ എന്തും ചെയ്യും. അത് സ്വന്തം മാതാപിതാക്കളെന്നില്ല, മക്കളെന്നില്ല, ഭാര്യ എന്നില്ല, അയൽവാസികളെന്നില്ല, ആരുടെ മുന്നിൽ എന്തും പറയാൻ മടിക്കാത്ത, എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് മനുഷ്യത്വമില്ലാത്ത ആളുകളായിരിക്കും. കാരണം ഒരാളുടെ ലജ്ജ അത് മുച്ചൂടുമില്ലാതായി തീർന്നാൽ അയാൾ വളരെയധികം മനുഷ്യത്വമില്ലാത്ത, ക്രൂരനായ, തോന്നിവാസിയായ ഒരു മനുഷ്യനായി തീരുന്നതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ അത് പറഞ്ഞത് കാണാൻ സാധിക്കും. അവനെന്ന് പറയുന്നത് കേവലം മനുഷ്യക്കോലത്തിലുള്ള ഒരാൾ മാത്രമാണ്, അവന് മനുഷ്യത്വമില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ തീരെ ലജ്ജ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ചില ആളുകൾക്ക് അളവ് കൂടിയ തോതിൽ ലജ്ജ ഉണ്ടാകുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്ന ഗുണം അത് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ലജ്ജിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളത് യഥാർത്ഥ രൂപത്തിൽ, യഥാവിധത്തിലുള്ള ലജ്ജ നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് ലജ്ജയുള്ളവരായിരിക്കുക. യഥാവിധത്തിൽ ലജ്ജ വേണം. സഹാബികൾ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മൾ അള്ളാഹുവിനോട് ലജ്ജിക്കുന്നുണ്ട്. അത് അള്ളാഹുവിനെ ലജ്ജിക്കുന്നത് കാരണത്താൽ നമ്മൾ പല കാര്യങ്ങളും വിട്ടു നിൽക്കുന്നൊക്കെ ഉണ്ട്. ലജ്ജയുള്ളവർ തന്നെയാണല്ലോ ഞങ്ങൾ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാലിക്, അത് ഓരോരുത്തർക്കും ഫിത്രത്തിലുള്ള ലജ്ജയാണ് നിങ്ങൾ പറയുന്നത്, അതല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയെടുക്കേണ്ടതായ ചില ലജ്ജകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. വഇന്നമൽ ഹയാ മിനല്ലാഹ് ഹഖൽ ഹയാ, അള്ളാഹുവിനോടുള്ള യഥാരൂപത്തിലുള്ള ലജ്ജ എന്ന് പറയുന്നത് അൻ തഹ്ഫള റഅസ വമാ വഅ, നീ നിന്റെ തലയും അതിൽ നീ സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തെയും നീ സംരക്ഷിക്കലാണ്. അഥവാ നിന്റെ തലച്ചോറിലേക്ക്, നിന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് നീ പ്രവേശിപ്പിക്കുന്ന, നീ മനഃപ്പാടമാക്കി വെക്കുന്ന നിന്റെ ചിന്തകൾ മറ്റും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം. മോശം ചിന്തകൾ കൊണ്ട് നീ നടക്കാൻ പാടില്ല. അതുകൊണ്ട് മലീമസമാക്കുന്ന തലച്ചോറ് ചിന്താമണ്ഡലം നിനക്കുണ്ടാകാൻ പാടില്ല. അൻ തഹ്ഫള റഅസ വമാ വഅ വഅൻ തഹ്ഫളൽ ബതന വമാ ഹവ, അതുപോലെ തന്നെ നിന്റെ ആമാശയവും അതിൽ ഉൾക്കൊള്ളുന്ന കാര്യവും എന്ത് ചെയ്യണം? അത് നിനക്ക് ലജ്ജ വേണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിന്റെ വയറിലേക്ക്, ആമാശയത്തിലേക്ക് നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രവേശിപ്പിക്കാൻ പാടില്ല. അതിനെ സംരക്ഷിച്ച് നിർത്തണം. വഅൻ തദ്കുരിൽ മൗത വൽ ബില, മരിച്ചു മണ്ണായി തീരേണ്ടതാണ്, മണ്ണോട് ചേരേണ്ടവനാണ് എന്നുള്ള കാര്യം നീ എപ്പോഴും ചിന്തിക്കണം. വമൻ അറാദൽ ആഖിറ തറക സീനത്തദ് ദുനിയ, ആരെങ്കിലും ആഖിറത്തിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിന്റെ അലങ്കാരങ്ങളെ അവൻ ഉപേക്ഷിക്കുന്നതാണ്. ദുനിയാവ് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദുനിയാവിന്റെ അലങ്കാരങ്ങളെ അഥവാ ആഖിറത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നതാണ്. ഫമൻ ഫഅല ദാലിക്, ഇതെല്ലാം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അവൻ അല്ലാഹുവിനോട് യഥാരൂപത്തിലുള്ള ലജ്ജ അവൻ കാണിച്ചിരിക്കുന്നു, അവൻ അല്ലാഹുവിനോട് യഥാരൂപത്തിലുള്ള ലജ്ജ അവൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ അത് മോശം ആഗ്രഹങ്ങളാകാൻ പാടില്ല. നമ്മുടെ വയറ്റിനകത്ത് നിറക്കുന്ന കാര്യത്തിൽ പോലും അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും മരിച്ചു മണ്ണാകാനുള്ളതാണ് എന്ന ചിന്തയോടുകൂടി ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ നിന്നും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. ഈ രൂപത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് യഥാരൂപത്തിലുള്ള ലജ്ജ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ലജ്ജയുടെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഔറത്തിന്റെ വിഷയത്തിൽ നമുക്ക് ലജ്ജ വേണ്ട കാര്യമാണ്. ഒരാൾക്ക് ലജ്ജയുണ്ട് എങ്കിൽ ആളുകൾക്ക് മുമ്പിൽ ഔറത്ത് പ്രദർശിപ്പിച്ച് നടക്കുകയില്ല. ലജ്ജയുള്ള പെണ്ണ് ഒരിക്കലും ഹിജാബ് ഇല്ലാതെ അവളുടെ സൗന്ദര്യം ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ, ശരീരത്തിന്റെ ആകാര ഭംഗികൾ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അവൾ ഒരിക്കലും നടക്കുകയില്ല. ഒരാൾക്ക് ലജ്ജയില്ലാതായി തീരുമ്പോഴാണ് വീട്ടിനകത്ത് പോലും ആളുകൾ ധരിക്കാൻ മടിക്കുന്ന രൂപത്തിൽ ഉള്ള വസ്ത്രങ്ങൾ ആളുകൾ അങ്ങാടിയിലേക്ക് ഇട്ട് നടക്കുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ മുൻഗാമികളായ ആളുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അങ്ങേയറ്റം ലജ്ജയുള്ള ഒരു വ്യക്തിയാണ്. ഇത് ഇഖ്തസല ലാ യൻതസിബു വാഖിഫ, അദ്ദേഹം കുളിക്കുമ്പോൾ അദ്ദേഹം നിന്നുപോലും കുളിക്കുകയില്ല. അത് വസ്ത്രമില്ലാതെയാണല്ലോ കുളിക്കുന്നത്. അദ്ദേഹം ഇരുന്നു കൊണ്ടാണ് കുളിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലാഉൽ ഹാജക്ക് വേണ്ടി, മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയാൽ ആവശ്യമുള്ള ഭാഗം മാത്രമേ അദ്ദേഹം തുറക്കാറുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം അത് ടോയ്ലറ്റിലാണെങ്കിൽ പോലും അദ്ദേഹം വസ്ത്രം കൊണ്ട് അത് മൂടി വെക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലജ്ജയുടെ ഭാഗത്തിൽ പെട്ടതാണ് എപ്പോഴും ഔറത്തൊക്കെ കൃത്യമായി മറച്ച് അതിനപ്പുറത്തേക്ക് വസ്ത്രധാരണയൊക്കെ നന്നാക്കുക എന്നുള്ളത്. ആണും പെണ്ണുമൊക്കെ ലജ്ജയുള്ളവരാണ് എങ്കിൽ ഒരു ഔറത്തിന്റെ വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക. വൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹയാ എന്ന് പറയുന്നത് അത് ഈമാനിന്റെ ഭാഗമാണ്, ലജ്ജയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സഹാബികൾ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് കൂടി നടന്നു പോകുമ്പോൾ രണ്ടാളുകൾ, അതിലൊരാൾ സഹോദരന്മാരാണ്, ഒരാൾ തന്റെ സഹോദരനെ അയാൾക്ക് അമിതമായ ലജ്ജയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു, അവനെ വിട്ടേക്ക്, ഫഇന്നൽ ഹയാ മിനൽ ഈമാൻ, തീർച്ചയായും ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൽപ്പെട്ടതാണ്, അത് വിശ്വാസത്തിൽപ്പെട്ടതാണ്, അത് മുഴുവൻ ഖൈറാണ്, ലജ്ജ മുഴുവൻ ഖൈറാണ്. വൽ ഹയാ കുല്ലുഹു ഖൈർ, ലജ്ജ മുഴുവൻ ഖൈറാണ് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ലജ്ജയിലൊന്നും ആക്ഷേപിക്കാനുള്ള, നല്ല ലജ്ജയുള്ളവനാണെങ്കിൽ നല്ല സ്വഭാവം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷേപാർഹമായ ലജ്ജ ഒരാൾക്ക് പാടില്ല എന്ന് മാത്രം. അങ്ങേയറ്റം ലജ്ജിച്ച് ചോദിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് നല്ല ലജ്ജയല്ല, അത് ആക്ഷേപാർഹമായ ലജ്ജയാണ്. ചില ഹദീസിൽ കാണാം, ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅൻ, തീർച്ചയായും ലജ്ജയും വിശ്വാസവും അത് ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖിർ, അതിലൊന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേത് ഉയർത്തപ്പെട്ടു പോകും. വിശ്വാസം ഇല്ലെങ്കിൽ അവൻ ലജ്ജ ഉണ്ടാവുകയില്ല, ലജ്ജ ഇല്ലെങ്കിൽ വിശ്വാസത്തെയും ബാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ കാര്യമാണ് ഒരാൾക്ക് ലജ്ജയില്ലാത്ത അവസ്ഥ ഒരാൾക്കുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, തീർച്ചയായും ഓരോ മതത്തിനും ചില സ്വഭാവങ്ങളുണ്ട്. വ ഇന്ന ഖുലുഖൽ ഇസ്ലാമി
അൽ ഹയ. തീർച്ചയായും ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം അൽ ഹയ ആണ്, ലജ്ജയാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്ന ഗുണം അത് നമുക്കുണ്ടാകണം. ആ ഗുണം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഖൈറുകളും നമുക്കുണ്ടാകുന്നതാണ്. ഒരുപാട് തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും അത് നമ്മെ സഹായിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.